യെസ്. അപ്പൊ എവിടെ നോക്കിയാലും എമ്പുരാൻ എഫക്റ്റ് ആണ്. യെസ് അല്ലെ? 2-3 ദിവസമായിട്ട് ന്യൂസ് ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാന്റെ ഒരു ചർച്ച തന്നെ എല്ലായിടത്തും. നമ്മളും എമ്പുരാനിൽ ഹാങ്ങോവറായിരുന്നു. ഇന്നലെ നല്ല ഹാങ്ങോവറല്ല. ഇന്ന് തന്നെ ഞാൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിള്ളേരെ കൂടി ചായ കുടിച്ചിട്ട് തിരിച്ചു വന്ന നേരത്ത് റോട്ടില് വയസ്സായിട്ട് അപ്പാപ്പന്മാര് നമ്മൾ ഇവരൊക്കെ സിനിമ കാണാൻ പോയിണ്ടാവുന്നു. ഇവര് ചർച്ച ചെയ്യുന്നത് ഈ എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാൻ സിനിമ നാട്ടുംപുറത്ത് എമ്പുരാൻ എത്ര ഒരു എഫക്ട് ഉണ്ട്. ഒരു സിനിമ എത്ര മാത്രം എഫക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമ വായ്ത്താളം ഇത്ര ലേറ്റ് ആവാൻ കാരണവും ഉണ്ട്. അത് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ വായ്ത്താളത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്വാഗതം. അപ്പൊ സത്യം പറഞ്ഞു എന്തുകൊണ്ട് വായ്ത്താളം ഇത്ര നാള് വൈകി ഈ ഷൂട്ടിലേക്ക് എത്താൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അന്ന് തന്നെ പടം കണ്ട് നമ്മൾ ഇവിടുന്ന് പോണതിന് മുന്നേ തന്നെ നമ്മൾ ചർച്ച തുടങ്ങി. പടം കണ്ട് വന്നു കഴിഞ്ഞ് അപ്പൊ തന്നെ സാധനം സെറ്റ് ചെയ്ത് എല്ലാം ലൈറ്റപ്പും ചെയ്ത് റെഡി ആക്കി വെച്ചിട്ട് അപ്പൊ തന്നെ സാധനം എത്തിക്കുകയാണ്. ഷൂട്ട് ചെയ്യാം. അത് സ്പോട്ട് എഡിറ്റ് അപ്പൊ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അത് പറയുമ്പോ തന്നെ നല്ലൊരു പവർ ആയിരുന്നു. നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ തന്നെ ചാർജാണ്. നമുക്ക് ഇത് സെറ്റ് ചെയ്യണം, കാലത്ത് തന്നെ ഇത് എയർ പോണം, അപ്പൊ രാത്രി ഉറക്കില്ല, എഡിറ്റ് ചെയ്തിട്ട് നല്ല സാധനമൊക്കെ പെടക്കണം എന്നൊക്കെ ഉള്ളൊരു എഡിറ്റ് ചെയ്തിട്ട് ഇട്ടെങ്കിൽ എമ്പുരാൻ ക്ലിക്കായിരുന്നു. അല്ല, വായ്ത്താളത്തിന് എമ്പുരാൻ ക്ലിക്കായിരുന്നു. പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ താളം തട്ടി പോയ കഥകളാണ്. നമ്മളിപ്പോ നല്ലൊരു എക്സ്പെക്ടേഷനോട് കൂടി പോയൊരു പടമായിരുന്നു. ടിക്കറ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത് എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ലൂസിഫർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തുടങ്ങിയാണ് ആ എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. കാരണം ആ ഒരു സിനിമ ഒരു ഇങ്ങനെ പോയൊരു പടം ലാസ്റ്റ് ലാലേട്ടനെ കാണിച്ച് നിർത്തിയാക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഫ്രെയിമും ആ സാധനവും ആ ലാസ്റ്റ് ഒരു കോള് വിളിക്കുന്ന ഒരു സീനില്ലേ, ആള് ആ പേര് പറയുമ്പോഴേ റേഞ്ച് പറഞ്ഞേ, അത് ഒരു വൻ റേഞ്ച് ആയിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് ലൂസിഫർ കഴിഞ്ഞ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്ന പൊളിക്കും ആരും മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ആ ഒരു പടം കഴിഞ്ഞ പിന്നെ പൃഥ്വിരാജ് എന്നുള്ള ഒരു ഡയറക്ടറിൽ നമ്മ ഒരു ആളുടെ ഒരു ഐഡിയോളജിനോട് ഭയങ്കരമായിട്ട് നമ്മ ഫാനായി. അതിന്റെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് കയറി പിടിച്ചു എന്ന് പറയണ മാതിരി സിനിമ മാത്രമല്ല ഡയറക്ഷനിൽ വൻ സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ പുള്ളി ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു സാധനത്തില്. അത് കഴിഞ്ഞിട്ട് ഈ പടം ഫസ്റ്റ് തന്നെ എനിക്ക് 6 മണിയുടെ ഞാനത് ലാലേട്ടന്റെ ഒരു കട്ട ഫാനാണ് നമ്മളെല്ലാവരും. നമ്മൾക്ക് പോണത് തന്നെ എത്ര പേരാ സിനിമ എല്ലാ പടം കാണാൻ പോണത് ഒരു 30 പിള്ളേരുണ്ടാവും ചുറ്റും. എല്ലാവരും നമ്മളുടെ സ്റ്റോറി ഇതൊക്കെ കാണുന്ന ആൾക്കാർ പറഞ്ഞു 10-30 പിള്ളേര് തിയേറ്ററിൽ നിറച്ചും ആർപാടും ഒച്ചപ്പാടും ബഹളൊക്കെ ആയിട്ടാണ് പടം കാണാൻ പോണത്. ആ ഒരു ഫീല് ഭയങ്കര തന്നെയായിരുന്നു. അങ്ങനെ കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഈ പടത്തിനും ടിക്കറ്റ് ഒക്കെ. ഞാൻ എങ്ങനെ ടിക്കറ്റ് എടുത്തത്? ഇവിടെ മാളയിലെ തിയേറ്ററിലെ ഫസ്റ്റത്തെ ടിക്കറ്റ് ഞാൻ കാലത്ത് മിന്റാൻ വിളിച്ചിട്ട് പറഞ്ഞാ ടിക്കറ്റ് കൊടുക്കണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാലത്ത് തന്നെ പോയി. കാലത്ത് തന്നെ 8:30 എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ടിക്കറ്റ് തിയേറ്ററിൽ എഴുതി വെച്ചേക്കണ് ഇന്ന് ഷോ ഇല്ല, ഷോ അവധി. ഞാൻ മിന്റോട് വിളിച്ചു, മിന്റോ എടാ ഇന്ന് ടിക്കറ്റ് ഇല്ല, ഇവിടെ പണി ഇറക്കിയാണ്, ഇന്ന് തന്നെയാണ് കൊടുത്തു കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് തിയേറ്ററിൽ പോയാ ഇല്ല, ഇപ്പുറത്ത് തന്നെ, ഇപ്പുറത്ത് തുറന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ആ ടിക്കറ്റ് വെക്കണ ചേട്ടൻ്റെ 9 മണിയാകുമ്പോഴേക്കും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ടിക്കറ്റ് എടുക്കാനാണ്, ടിക്കറ്റ് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പൊ ആളെന്നോട് പറഞ്ഞു ടിക്കറ്റ് വിൽക്കണ ചേട്ടനെ. അതിന്റെ അകത്ത് കൗണ്ടറിൽ പുള്ളി മിഠായി കച്ചവടം അല്ലത്. അല്ല ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു കുത്തി ടിക്കറ്റ് വിൽക്കണ ചേട്ടൻ അല്ലടാ അവിടത്തെ പുള്ളിക്കാരനോട് ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാ റിസർവ് ചെയ്യാനോ. പുള്ളി പറഞ്ഞു എടാ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല, 9 മണി ഇപ്പല്ലേ ആയുള്ളൂ, 9:30 ആവും പറഞ്ഞു, നീ പോയിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മിന്നെ വിളിച്ച് എടാ പോണോ? ഞാൻ മിന്നെ പറഞ്ഞു അന്ന് നീ പോയിട്ട് വാ, മോളി സ്റ്റുഡിയോ പോയിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പൊ ഈ ടെൻഷൻ, ഇനി എങ്ങാനും വന്നാ വിചാരിച്ച ടിക്കറ്റ് സീറ്റ് കിട്ടിയില്ലെങ്കിലോ. ഞാൻ എന്നിട്ട് 9 മണി മുതൽ 9 വരെ അവിടെ ഇരുന്നു. എന്നിട്ട് ഫസ്റ്റ് മാളയിലെ ഫസ്റ്റത്തെ ടിക്കറ്റ് നെറ്റിൽ പോലും ഓപ്പൺ ആയിണ്ടായില്ല. ഫസ്റ്റത്തെ ടിക്കറ്റ് 15 എണ്ണം നേരെ ഒറ്റ റോയില് മൊത്തം എടുത്ത് സെറ്റ്. അപ്പോഴേക്കും ഫോട്ടോ എടുക്കണേ എമ്പുരാന്റെ പോസ്റ്ററിന്റെ മുന്നില് പോസ്റ്ററിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്. ഫോട്ടോ എടുത്ത് പിള്ളേർക്ക് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണ്. സാധനം കിട്ടി. വൻ എക്സൈറ്റ്മെന്റും. ഞാൻ ന്യൂസിൽ ഫുള്ള് കേൾക്കുന്നത് ടിക്കറ്റ് കിട്ടാനില്ല, അവിടെ ടിക്കറ്റ് ഇല്ല, ഇവിടെ ഞാൻ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഫോട്ടോ വന്ന വഴി ഉണ്ടല്ലോ. എനിക്ക് കിട്ടിയെന്നറിയാം. ഞാൻ 6 മണിക്ക് കിട്ടുമെന്ന് വിചാരിച്ചേ. 6 മണിക്ക് ആ ഷോ ആണെന്നൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഷോ. പിന്നെ നമുക്ക് വൈകുന്നേരമാണ് കിട്ടിയത്. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോ എനിക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് എനിക്ക് എക്സൈറ്റ്മെന്റോടെ ടിക്കറ്റ് എടുത്ത് പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് നമുക്ക് കിട്ടിയതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവണേ. ആർക്കും ടിക്കറ്റ് ഇല്ല, എല്ലായിടത്തും ടിക്കറ്റ് ഫുള്ള്.
നമ്മുടെ 15 ടിക്കറ്റ് വൻ സംഭവം. ഇത് Setup ആയി. ആ range ല് ഇങ്ങനെ. ഗ്രൂപ്പിലൊന്ന് എത്ര പേർക്ക് വേണമെന്ന് വെച്ചിട്ട് ബുക്ക് ചെയ്തൊന്നല്ല, എത്ര ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് 15 ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് അങ്ങനെ മൊത്തം അങ്ങോട്ട് എടുത്തു. അതാണ് അവസ്ഥ. അങ്ങനത്തെ കളി കളിച്ചിട്ട് കേറിയിട്ട് ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പോ എന്താ എഫക്ട് കട്ട് കട്ടീനെ ഉള്ളതല്ലേ. എത്ര ടിക്കറ്റ് ഉണ്ട്? ഭാഷയുടെ master ticket ഞാനല്ലേ എടുത്തത്. എത്ര ടിക്കറ്റ്? 10 ticket. ഇവൻ പറഞ്ഞില്ലണ്ടാ, അത് ചെറിയ മിസ്റ്റേക്കുകളോ. ഇവൻ മറന്നുപോയതാ. ഇവൻ എന്നോട് അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഉള്ള ടിക്കറ്റ് മൊത്തം വില പറഞ്ഞെടുത്തുന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത് പുള്ളിയാണ്. ഫസ്റ്റ് ടിക്കറ്റ് മാളയിലെ ഫസ്റ്റത്തെ മാളല്ല, മാള തിയേറ്ററിലെ സൈറ്റ് പോലും ഓപ്പൺ ആയിട്ടില്ല. സൈറ്റ് പോലും ഓപ്പൺ ആവാണ്ട് ഫസ്റ്റ് ടിക്കറ്റ് നീ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. നീ എന്നോട് പറഞ്ഞു അവിടുത്തെ അപ്പൊ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് നമ്മളാ. ഞാൻ പറഞ്ഞു ഇനി എത്ര ടിക്കറ്റ് ഉണ്ട് അങ്ങനത്തെ ഒരു മോഡുലേഷനിൽ പുള്ളി അന്ന് ചിലപ്പോ ഗ്രൂപ്പിൽ തമാശക്ക് പറഞ്ഞായിരിക്കൂലേ. ഞാൻ സീരിയസ് ആക്കി പോയി. ഞാൻ അങ്ങനെയാണ് ഭാര്യയോടൊക്കെ പറഞ്ഞേ. ഞാൻ ഞാൻ അവളോട് എന്നിട്ട് പറഞ്ഞറിയോ, ലാസ്റ്റ് കുറച്ച് ടിക്കറ്റ് ഉണ്ടായുള്ളൂ, അത് എണ്ണൊന്നും നോക്കിയില്ല. പൂച്ചാൻ വില പറഞ്ഞു ആ ടിക്കറ്റ് മൊത്തം എടുത്തിട്ട് നോക്കുന്നു പറഞ്ഞേ. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു ടിക്കറ്റ് ഇട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഉണ്ടാവും ഞാൻ വിളിച്ചോട്ടെ. അപ്പൊ നീ പറഞ്ഞ 15 ടിക്കറ്റ് കിട്ടിയുള്ളൂ. അപ്പൊ എല്ലാരും 5 ഫില്ലായിന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൊണ്ടുപോകാണ്ട് ഞാൻ പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞേ. അവളുടെ ടിക്കറ്റ് വില പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. മൊത്തത്തിലാണ് മേടിച്ചത്. തിയേറ്റർ മൊത്താണ് മേടിച്ചത്. ഞാനതാണ് നിന്നോട് വിളിച്ച് പറഞ്ഞേ വില നോക്കണ്ട, ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞേ. 6 മണിക്ക് കിട്ടിയില്ല, 8 മണിക്കാ കിട്ടിയത്. പക്ഷെ 8 മണിക്ക് ആ തിയേറ്ററിൽ കയറുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊരു ഭയങ്കര സാധനമായിരുന്നു കേട്ടാ. നമ്മ ആ റോ നിറച്ചും നമ്മ പിള്ളേരുകളുണ്ട്. അത് ടിക്കറ്റ് കൈ കിട്ടിയ പിന്നെ തുടങ്ങിയ എന്തായിരിക്കും റിവ്യൂ ഒന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു കോടി രൂപ ലോട്ടറി കൈ കിട്ടി പൈസ കൈ കിട്ടി ആലോചിച്ച് നടക്കണോട്ടായിരുന്നു. റിവ്യൂ ഉണ്ടില്ല. 15 ടിക്കറ്റ് ഉണ്ട്. ഇതിന് പിള്ളേരുണ്ടാവോ, കാശ് കിട്ടും, ഇത് അന്വേഷിച്ച് നടക്കായിരുന്നു. ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് ആരും വിളിച്ചാ ഫോൺ എടുക്കള്ള. ആരും പറഞ്ഞ എമ്പുരാന്റെ കാര്യം പറയാൻ പറ്റി അപ്പൊ തന്നെ ഫോൺ കിട്ടി. ന്യൂസ് ചാനലും നോക്കള്ള, ഫേസ്ബുക്ക് നോക്കള്ള, സ്റ്റോറി നോക്കള്ള. സംഭവം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തിയേറ്ററോടെ പോലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 15 ടിക്കറ്റും വെച്ചിട്ട് പൂജ ഫോൺ എടുക്കണില്ല, ഫേസ്ബുക്ക് നെറ്റൊക്കെ ഓഫ്. ആരെങ്കിലും വന്ന് ടിക്കറ്റ് വെച്ചാൽ തുടക്കണ്ടേ. ഇത് ആലോചിച്ചേ, പൂജ ഈ 15 ടിക്കറ്റ് ഒളിപ്പിച്ച് വെക്കാൻ കഷ്ടപ്പെട്ട ഒരു പാട്. അപ്പം കണ്ട് അപ്പം എടുത്തുണ്ടോ, അമ്മ എടുത്തുണ്ടോ, ആരും കാണരുത്. തലവണക്കടിയിൽ വെച്ചിട്ടേ അന്ന് രാത്രി പൂജ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അത്ര എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ എന്നിട്ട് ഇത് നമ്മ നേരത്തെ എടുത്തേക്കണേ. നേരത്തെ 21 ടിക്കറ്റ്. അതൊരു പ്രഷർ തന്നെയാണ്. പൂജ ജീവിച്ച് തിരിച്ചു പോകുന്ന ഒരു പൂജ. 21 ടിക്കറ്റ് എടുത്ത് ഇതാരും പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ തടിഞ്ഞു ടെൻഷനായി. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനകത്ത് എടുത്ത് വെച്ച്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇതിലുള്ളത് ഞാൻ അറിയണ്ടായില്ല. കാരണം പടം അത്ര എക്സ്പെക്ടേഷൻ നമുക്ക് തന്നേക്കണേ. ഞാൻ പടം മുന്നത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോ തന്നെ റേഞ്ച് ഇതുപോലത്തെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ റേഞ്ച് സാധനം. അങ്ങനെ പടം കാണാൻ പോയിട്ട് ഞാൻ ശരിക്കും ഉണ്ടായിരുന്നു. ആ തിയേറ്ററിലെ ആൾക്കാരുകൾ മൊത്തം ഇരുന്ന് കാണുമ്പോഴും ആൾക്കാർ നമ്മ സീറ്റിലൊക്കെ എല്ലാവരും സീറ്റിലിരിക്കുമ്പോൾ, കാരണം നമ്മളറിയാവുന്ന കുറെ പേരുണ്ടായിരുന്നു ആ തിയേറ്ററിൽ. കാരണം നമ്മ എങ്ങനെ സിനിമയ്ക്ക് പോകണമെന്ന് അവർക്ക് അറിയാം. ഒച്ചപ്പാടും ബഹളവും. അപ്പൊ എല്ലാവരും അവരും എൻജോയ് ചെയ്തിരിക്കുക. ഒന്ന് പിള്ളേരുകളോടൊപ്പം ഇരുന്ന് പടം കാണാം, അവന്മാര് പൊളിയണെന്നൊക്കെ ഉള്ള രീതിയിൽ തിയേറ്ററിൽ കയറ്റി വിടണ ഞാൻ പറഞ്ഞു. മക്കളെ നിങ്ങളുണ്ടാ. ആൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഫാൻ ബേസിലുള്ള പടം നമ്മ പിള്ളേരൊക്കെ കൂടി കയറി കാണുന്ന ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് പിള്ളേര് തിയേറ്ററൊക്കെ അടിപൊളിയാക്കും, ഒരു ഓളം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊക്കെ കയറി. ഞാൻ പല സീനുകളും ഞാൻ ആലോചിച്ച് പത്താകർക്ക കൂവി അടിച്ച് പൊളിക്കാന്നൊക്കെ വിചാരിച്ച്. ഇൻട്രോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങി ആ ഒരു ട്രാക്കിൽ ഫസ്റ്റത്തെ ആ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതായത് ആ ഒരു ഓഫീസർ മറ്റേ ആ ഗണ്ണൊക്കെ ആയിട്ട് പോണത് ആ ലേഡി, ഇംഗ്ലീഷ് പടം വിചാരിച്ചു സാധനം തീയാവുമോ. ലാലേട്ടന്റെ എൻട്രി ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് എൻട്രി സൂപ്പർ ആയിരുന്നു. അതിനെ ആസ്വദിക്കാനായിട്ട് പറ്റില്ല. ബിജിഎമ്മിന്റെ ഒരു വിജയം നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാധനം. സാധാരണക്കാരൻ നമുക്ക് അല്ല നമ്മ അവിടെ നല്ലൊരു ബിജിഎം തരിക്കണ സാധനമാണ്. ഒരു സാധനം വിഷ്വലി എടുത്തു വെച്ചാണ് ആംഗിൾസും ഷോട്ടൊക്കെ പക്ക. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് ഡൗൺ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്താ കാണിച്ചൊരു സീനൊക്കെ ഇല്ലേ, ഹെലികോപ്റ്ററൊക്കെ വന്ന് നിന്നിട്ട് ലാലേട്ടനൊക്കെ വന്നിറങ്ങി ഷോട്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു ഭയങ്കര മേക്കിംഗ് ആയിരുന്നു കേട്ടോ.
അതൊക്കെ നല്ല ലാലേട്ടനെ കാണാൻ നല്ല ഓ ഭയങ്കര ലുക്കായിരുന്നു. പക്ഷെ എനിക്ക് ഇതില് കണ്ടേക്കണേക്കാണ് ലുക്ക് എനിക്ക് ലൂസിഫറിലാണ്. വെള്ള ഷർട്ടല്ല, അതില് ലാസ്റ്റ് സീനിൽ കാണിച്ചില്ലേ ആ ഒരു അപ്പിയറൻസ്, പ്രായ വ്യത്യാസം ഒന്നുമല്ല, ആ ഒരു അപ്പിയറൻസ്. അതെന്തുകൊണ്ടോ എനിക്ക് അതിലൊരു അപ്പിയറൻസ് ഭയങ്കര. ഇതില് കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടത്താ. ഈ മറ്റേ ഏതോ സിനിമയില് സുരാജ് മറ്റേ ഇവനില്ലേ നമ്മുടെ ശ്രീനിവാസൻ കോട്ടിട്ടിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ നടക്കണില്ലേ. അല്ല അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എന്റെ ചിന്താഗതി പോയി ലാലേട്ടൻ പറഞ്ഞല്ല. എനിക്ക് അത്രയ്ക്കും വർക്കായില്ല ഈ പടം. അങ്ങനെ കൂട്ടിട്ടിട്ട് ഒരു ഖുറേഷിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഗ്രഹം അങ്ങനത്തെ ഒരു ഖുറേഷി അല്ല. ഇല്ല, ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു ലൂസിഫറിലെ ഖുറേഷിനെ കാണിച്ചില്ലേ, അതിന്റെ ഒരു ഇമ്പാക്ട് പിന്നെയും ഇതിൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒട്ടും പ്രതീക്ഷ. പല സ്ഥലങ്ങളിലും ഈ 2-3 സ്ഥലത്ത് ഈ കാണിച്ചിരുന്നു ഈ ലാലേട്ടനെ 2-3 അങ്ങനെയൊന്നും തോന്നൂല. നമുക്ക് ഒരു പരിമിതികളിൽ നീ എന്തിട്ട് അതൊന്നും അങ്ങനെ വർക്കൗട്ട് ആവില്ലടാ. ഇത് നമ്മ വേറെ കാര്യങ്ങൾ പറയും. ഇത് എനിക്ക് അഭിനയിക്കാൻ കഴിയൊന്നുമില്ല. നമ്മ ഇങ്ങനെയൊക്കെ ഇരുന്ന് വായ്ത്താളത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നമുക്ക് ലാലേട്ടന്റെ ഇത് ആ സീനില്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലാലേട്ടൻ പ്ലേസ് ചെയ്തെങ്കിൽ ലാലേട്ടൻ കുറച്ച് കൊണ്ടുപോണ രീതികളുണ്ട്. ലാലേട്ടനൊന്നും ആ ഒരു കുറെ ക്യാരക്ടർ ഉണ്ട്, നല്ല ഡയലോഗുകളൊന്നും അതിലൊന്നും വലിയ സാധനം നമ്മൾ ലാലേട്ടൻ പ്രതീക്ഷിക്കുന്ന കുറെ സാധനം ഒന്നും അതിൽ കിട്ടിയിട്ടില്ല പടത്തില്. ആകെ 2ാമത്തെ സീനില് എനിക്ക് കിട്ടിയിട്ടുണ്ട് ലാലേട്ടനെ. അല്ല, നമുക്ക് രോമാഞ്ചം തന്ന എഫക്റ്റുകൾ എന്ന് പറഞ്ഞേ ലാലേട്ടനെ കാണുമ്പോ ഫസ്റ്റിലത്തെ ഈ സെക്കൻഡില് നമുക്ക് എല്ലാ സീനിലും ചിലപ്പോ ലാലേട്ടൻ 2-3 ഇൻട്രോ മാതിരി കൊടുക്കണ്ടായിരുന്നു. ഗൂസ് ബംസ് ഒരു സാധനങ്ങള് BGM-ന്റെ ആയിരിക്കും. അല്ല, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കാണിക്കുമ്പോ പിന്നെയും കാണിക്കുമ്പോ അപ്പൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BGM ഒക്കെ നല്ല സാധനമാണെങ്കിൽ കേറി പോകുന്നേ. പുറത്തേക്ക് കോഴിയുടെ മാതിരിയായി പോയി. ഇങ്ങനെ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല, എനിക്ക് വർക്കായില്ല. എനിക്ക് ആകെ അതില് നല്ല കിട്ടില്ലനായിട്ട് തോന്നിയത് മഞ്ജു വാര്യരെയും പിന്നെ നമ്മുടെ ബൈജുനെ. അത് ഞാൻ ഇരുന്നപ്പോ തന്നെ ഞാൻ പിള്ളേരോട് പറഞ്ഞു ഇനി സിനിമ ഉണ്ടാകാൻ പോണത് മഞ്ജു ചേച്ചിയാണെന്ന് പറഞ്ഞു. പക്ഷെ അതും ഈ പറഞ്ഞോണം മഴയത്ത് കെട്ടിയിട്ട പടക്കമാരിയായി പോയി. ഇവിടുന്ന് ഇറങ്ങി അവിടെ എത്തിയില്ല. ഈ കത്തി അവിടെ നിന്നുമ്പോഴേക്കും കെട്ടുപോയി, ആ സാധനം കിട്ടിയില്ല. അങ്ങനെ ഇപ്പൊ കേറും നേരിക്കും കേറില്ല, ഇപ്പൊ കേറില്ല എന്ന് അങ്ങനെ ആയിരുന്നു. അത് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മ ഫ്രണ്ട്സൊക്കെ ശരിക്കും എല്ലാ പടങ്ങളും നല്ല ക്ലിക്ക് ആവണം. എല്ലാരും ഒരുവിധം ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പോയി. അങ്ങനത്തെ ഒരു ഇതും നമ്മള് തന്നെ പടം ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട നേരത്ത് ഇത്തരം ദൂരം ഉണ്ടെങ്കിലും വിജയിച്ചാണ് പടങ്ങള് നല്ല. ഇപ്പൊ പുലിമുരുകനൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങ ബൈക്കിന് അവിടെ തുടങ്ങി ഇങ്ങനെ സംസാരിക്കും. ഒരുപാട് ടെക്നിക്കാലിറ്റീസും ഒന്നും അറിയില്ലെങ്കിലും ഇരുന്ന് പറയാ. ഞാനൊക്കെ നമ്മുടെ അണ്ണനൊക്കെ പറയണായിട്ടിട്ട് ഞാൻ കന്തളിച്ചുന്നുണ്ട്. എഡിറ്റിങ്ങിന് അങ്ങനെ ഇങ്ങനെ ഗ്രാഫിക്സ് ഇതൊക്കെ ആയിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് നിന്ന് പറയും. അങ്ങനെ അവിടെ തുടങ്ങി ചർച്ച ചെയ്ത് വരുന്ന ഇത് ആ ഒരു ഇമ്പാക്റ്റിൽ വന്നിട്ട് പറയാന്നായിരുന്നു ഞങ്ങൾ വായ്ത്താളത്തിൽ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ ഒരു പ്രതീക്ഷനെ ഇനിയിപ്പൊ പോണോ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലോ എന്നൊക്കെ ഉള്ള രീതിയായി മരിച്ചു വീട്ടിൽ പോയ അവസ്ഥയിലും തിരിച്ചു വന്നത്. ആകെ ഒരു അലമ്പ് പരിപാടി. അങ്ങനെയായിരുന്നു ഞങ്ങ ഒരു എമ്പുരാൻ എഫക്ട് നമ്മുടെ ഉണ്ടായിരുന്നെ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പൊ അത് ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ന്യൂസ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞപ്പോ മറ്റവളുടെ പേര് പറഞ്ഞ സുജയും 4 പേര് ന്യൂസിലിടുന്നിട്ട് അലക്ക്. ഇത് പിന്നെ അങ്ങനെ കേറി പോയാണ്. പടം ഡൗൺ ആയി പോകേണ്ട പടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഒരു ആവറേജ് ഇതില് ഇത് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട ഒരു പടമായിരുന്നു. പിന്നെ കയറി കത്തിയേക്കുന്നത് ന്യൂസിന്റെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊന്നും ആ പടം കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചിന്താഗതി, അങ്ങനത്തെ ഒരു സാധനം ഇതിലൊരു 90% ആൾക്കാർ 100% ആൾക്കാർ ഈ മേജർ റിവ്യൂ വരെയും പടം കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളി എന്നിട്ട് പറഞ്ഞേ ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പടം ഇറങ്ങി കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതില് ചില വിഷക്കുത്തുകൾ ഉണ്ടല്ലോ അവരിങ്ങനെ ഇരുത്ത് പുകച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മേജറേട്ടൻ ചോദിക്കണ്, മേജറേട്ടനെ കോള് വന്നേക്കുക. അന്ന് ആ ഇന്റർവ്യൂലൊക്കെ ഞാൻ കാണുന്നുണ്ട്. മേജറൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല പടം, മലയാള ഇൻഡസ്ട്രി ഭയങ്കര സെറ്റപ്പ് ആയിക്കാണ്, പൃഥ്വിരാജ് ലാലേട്ടൻ എവിടെയോ കൊണ്ടുവച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കൊടുത്തത്.
പിറ്റേ ദിവസം പുള്ളി ഈ സീക്രട്ട് ഏജന്റിന്റെ കൂട്ട് കാറിൽ കയറി ഇരുന്നിട്ട് സീക്രട്ട് ഏജന്റിന്റെ കൂട്ട് കാണാവണാന്ന് പറയുന്നോണ്ടിരിക്കണ്. അതെ ആള് തിരിഞ്ഞു. അതൊക്കെ അത് അപ്പളേക്ക് അതില് രാഷ്ട്രീയം കയറ്റി അതൊക്കെ ചെയ്ത് സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അത്രം ഏത് സിനിമ ആയിക്കോട്ടെ അതില് ഈ പടത്തിലൊന്നും അതിനെ അത്രം രാഷ്ട്രീയത്തിനെ ഇതാക്കി പറയാൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരുപാട് സിനിമകളുണ്ട്, ഓടിയുണ്ട് ഇഷ്ടംമാതിരി സിനിമകൾ. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് നടക്കും. ഇപ്പൊ ഇത്രയും വിവാദം എല്ലാ പരിപാടിയല്ല സിനിമകൾക്ക് എന്റെ കല്യാണം അങ്ങനെയല്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടും. ശരിയല്ലേ? എന്തിട്ട് പറയണേ കല്യാണം സിനിമയായിട്ട് പഠിക്കാം. ഞാൻ പറഞ്ഞെന്തിനറിയോ, ആവിഷ്കാര സ്വാതന്ത്ര്യം കിട്ടും. നല്ല നല്ല സിനിമകൾ എഴുതാൻ പറ്റും. നല്ല സിനിമകൾ വരും, കലാമൂല്യമുള്ള സിനിമകൾ വരും, കാര്യങ്ങൾ വരും. ഇത് ഇവിടെ കത്രിക പൂട്ടോ ഇപ്പൊ പേടിച്ചിട്ടൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പൊ ഇത് നമ്മ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻസറിംഗ് ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഇറങ്ങിയ പടമാണ്. അങ്ങനെ സെൻസറിംഗിലൊന്നും മോശമായിട്ട് എനിക്കൊന്നും സെൻസറിംഗിലൊന്നും മോശമില്ലാണ്ട് അവർ ഇറങ്ങിയേക്കണ പടമല്ലേ ഇത്. അതിന്റെ ഒന്നല്ല, അത് പറഞ്ഞ് വിവാദമായി കുറെ രാഷ്ട്രീയമായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളതല്ലേ. ഈ ഇടി വരും, അങ്ങനെ ലാലേട്ടനൊക്കെ വലിയ വലിയ നില നിൽക്കണതല്ലടാ. പേടിച്ചിട്ട് കട്ട് ചെയ്തേക്കുന്ന ഈ 28 കട്ടിലും ഇടി വരുന്നല്ല, ഇടി. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ലാലേട്ടന്റെ വീട്ടിലേക്ക് ഒരു ടീം വരാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഇറങ്ങി പഠിക്കെത്തി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ മാപ്പ് എഴുതി. അതൊക്കെ വലിയ വലിയ ബന്ധങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ്. ഇത് ചെറിയ ബന്ധം എന്നല്ല വായുതാളത്തിനുള്ളത്. വായുതാളത്തിന് വലിയ വലിയ ബന്ധങ്ങളുണ്ട്. പൂജ വിചാരിച്ചേ ഞാനിവിടെ ഇരിക്കണത് ചെറിയ പിടിപാടായിട്ടെന്ന്. എന്റെ പിടിപാട് നമുക്കറിയാം. മേജർ രവിയോട് ധാര പറയിപ്പിച്ചെന്നും ഇതിപ്പോ നടക്കണ ന്യൂസിലെ കളികള്, ഇത് ഗോപാൽജിക്ക് ഇതിലുള്ള പങ്കും ഇതൊക്കെ വായുതാളത്തിൽ അറിയാം. വായുതാളത്തിൽ നമ്മൊന്നും അറിയാൻ വായുതാളത്തിലെ ന്യൂസ് റീഡിങ്ങിൽ വന്നിരിക്കില്ല. ചെറിയ ടീമല്ല. ഞാനിവിടെ ഇരിക്കണത് എനിക്ക് വന്ന റിപ്പോർട്ടിന്റെ ബലത്തിലാണ് ഞാൻ പറയണേ. ഖുറേഷി ഇതില് ഖുറേഷി അബ്രഹാം ആരായിരുന്നു എന്നും ഇതിൽ വന്ന പല ബന്ധങ്ങളും നമുക്കറിയാം. അല്ലാണ്ട് നമ്മ ഈ വായ്ത്താളം എന്ന് പറഞ്ഞ ഈ വലിയ ചാനലിലൂടെ കൊണ്ട് നടക്കോ? തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ന്യൂസ് ഇപ്പൊ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കണ നേരത്താണ് തമിഴ്നാട്ടിൽ ഈ സാധനം കയറി പിടിച്ചാണ്. തമിഴ്നാട്ടിലൊന്നും വലിയ കാര്യമായിട്ട് ഓടാത്ത പടമാണത്. ഇപ്പൊ അവിടെ കയറി പിടിക്കുന്നിട്ട് മുല്ലപ്പെരിയാർ വിഷയം, ഡാമിന് ഇത് അവരുടെ ഇപ്പൊ കുറച്ച് കർഷകരെ ഇറക്കി കളിപ്പിച്ചേക്കാണ് അവര്. ഇതൊക്കെ ആര് ഇതിന്റെ ഇടയിൽ കളിക്കുന്നത് ആരെന്നറിയോ? താഴെ കളിക്കുന്നത് ഇതിന്റെ ബന്ധങ്ങൾ ആരെന്നറിയോ? ഇതൊക്കെ കാണാൻ വേണ്ടി വായ്ത്താളം ഇങ്ങനെയും കാണണം. ഞങ്ങൾ ചെറിയ ചെറിയ ഹിന്റുകൾ ഇട്ടുന്നുണ്ട്. ഇതിനി പറയണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഈ എപ്പിസോഡിന്റെ അടിയിൽ കമന്റിലൊക്കെ പറയാ വേണം. അപ്പൊ അതിന്റെ വിശദമായ വിവരങ്ങൾ ഞങ്ങൾ വായ്ത്താളത്തിൽ കൊണ്ടുവരുന്നതാണ്. ബന്ധങ്ങൾ ഇതൊക്കെ വെളിപ്പെടുന്ന ഒരു ഇന്റലിജൻസ് ഏജൻസി നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെന്നുള്ളൊരു നിങ്ങള് പറയാ. സിനിമയായിട്ട് എടുക്കുക, എല്ലാം എൻജോയ് ചെയ്യാ. ആവശ്യമില്ലാത്ത മതപരമായ വിവാദങ്ങളൊക്കെ ഇറക്കി നമ്മുടെ സാമൂഹിക അന്തരീക്ഷം മോശമാക്കാതെ നല്ല രീതിയിൽ ഇപ്പൊ പൂച്ചാൻ പറഞ്ഞോണം. പൂച്ചാന് കല്യാണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം സിനിമയായിട്ട് കുഴക്കരുന്ന് പറഞ്ഞത്. ഈ സിനിമയായിട്ട് കുഴയും. നീ നേരത്തെ ചോദിച്ചില്ലേ സിനിമയായിട്ട് എങ്ങനെ കുഴയും. ഇപ്പൊ ഇവിടെ ഒരു മതപരമായ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിന്റെ കല്യാണം നടക്കൂല. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്റെ കല്യാണം നടക്കോ? അതൊക്കെ നമ്മ അങ്ങനെ ആലോചിക്കണം. നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉള്ളിടത്തോളം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സിനിമയായിട്ട് കാണുക, ആരും മതം കുത്തിക്കയറ്റാണ്ടിരിക്കുക. എനിക്കാ ഏതാ മറ്റേ വയനാടൊക്കെ പോയപ്പോ നീ എന്നെ അവിടത്തെ വേടന്റെ ആണോ? അത് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവൻ നല്ലൊരു സിംഗറാട്ടാ. പിന്നെ അങ്ങടേക്ക് പോണ്ട. ആ ടോപ്പിക്ക് ഞങ്ങൾ അടുത്ത എപ്പിസോഡിന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതുവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.